ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴും പൈപ്പുകൾ പൊട്ടുന്നതിനുൾപ്പെടെ കാര്യക്ഷമമായ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ വാട്ടർ അതോറിറ്റി വീഴ്ച വരുത്തുന്നതായി ആരോപണം. പ്രശ്നപരിഹാരത്തിനായി ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ഓഫീസുകളിലെത്തി പരിഹാരം ആവശ്യപ്പെട്ടു. ജനം കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴും കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നതിനുൾപ്പെടെ കാര്യക്ഷമമായ പരിഹാരമാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ വാട്ടർ അതോറിറ്റി വീഴ്ച വരുത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി പറവൂരിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയിട്ട് ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി കുത്തിയിരിപ്പ് സമരം നടത്തിയിട്ടും പരിഹാരമാർഗം കണ്ടെത്തിയിട്ടില്ല. ചൊവ്വരയിലെ പമ്പിംഗ് തകരാറാണെന്ന സ്ഥിരം മറുപടിയാണ് പറവൂരിൽ നിന്നും ലഭിക്കുക. പ്രശ്നപരിഹാരത്തിനായി പമ്പിംഗ് നിർത്തിവെച്ച് പണി നടത്തിയതായി അറിയിപ്പുണ്ടായിട്ടും കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെട്ടിട്ടില്ല. പറവൂരിൽ കിട്ടുന്ന കുറഞ്ഞ അളവിലെ വെള്ളം വിവിധ സ്ഥലങ്ങളിലേക്ക് പമ്പ് ചെയ്താലും തീരദേശ മേഖലകളിൽ എത്തുന്നില്ല. മറ്റ് ശുദ്ധജല സ്രോതസ് ഒന്നും തന്നെയില്ലാത്ത തീരദേശ മേഖലയിലെ ജനങ്ങൾ ഇതോടെ തീർത്തും ദുരിതത്തിലായി. കോട്ടുവള്ളി, ചേന്നമംഗലം പ്രദേശങ്ങളിലും ഗുരുതരമായ കുടിവെള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പ്രശ്നപരിഹാരത്തിനായി വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വർഗീസ് മാണിയാറ, അംഗങ്ങളായ വി.ജി. ഷാമോൾ, പി.എം. ആന്റണി, പി.കെ. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പറവൂർ, കരിയാട്, ആലുവ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വാട്ടർ അതോറിറ്റി ഓഫീസുകളിലെത്തി ഉദ്യോഗസ്ഥരെ കണ്ട് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടു. കെ.എസ്.ഇ.ബി. മരം മുറിക്കലുമായി ബന്ധപ്പെട്ട് ചൊവ്വര പമ്പിംഗ് സ്റ്റേഷനിലെ പമ്പിംഗ് തടസ്സപ്പെട്ടതാണ് കുടിവെള്ള ലഭ്യതയുടെ കുറവായി അവർ വ്യക്തമാക്കിയത്. പ്രത്യേകമായി ചൊവ്വരയിൽ നിന്നും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഡെഡിക്കേഷൻ ലൈനിന്റെ പൂർത്തീകരണത്തോടുകൂടി മാത്രമേ പൂർണ്ണമായ പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്നും ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളെ അറിയിച്ചു. ഇതിനിടയിൽ പൈപ്പുകൾ പൊട്ടുന്നത് സ്ഥിരമായ പ്രദേശങ്ങളിൽ ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. മുനമ്പം കവലയിൽ ദേശീയപാതയ്ക്ക് സമീപം കുടിവെള്ള പൈപ്പിലെ ചോർച്ച നിത്യസംഭവമാണ്. കഴിഞ്ഞ നാളുകളിലായി 10ലേറെ തവണ ഇവിടെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടും ചോർച്ച നിലനിൽക്കുകയാണ്. ദേശീയപാതയിലെ തന്നെ അവിദഗ്ധരായ തൊഴിലാളികളെ ഉപയോഗിച്ചാണ് പണി നടത്തുന്നതെന്നാണ് ഇതിന് കാരണം. ചോർച്ച മൂലം റോഡ് തകർന്ന് ഈ വഴിയുള്ള ഗതാഗതം ദുഷ്കരമായിട്ടും ബന്ധപ്പെട്ടവർ പരിഹാരത്തിന് ശ്രമിക്കുന്നില്ല.